ശ്രീ അബ്ദുൽ ഹമീദ് SDP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ശ്രീ അബ്ദുൽ ഹമീദ്, ഈ തെരഞ്ഞെടുപ്പിൽ SDP-I കൃത്യമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? ആർക്കാണ് ഈ തെരഞ്ഞെടുപ്പിൽ SDP-I പിന്തുണ നൽകുന്നത്? കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ കൃത്യമായ നിലപാട് പോസിറ്റീവ് പൊളിറ്റിക്സാണ്. 2009 ഈ പാർട്ടി ഉണ്ടാക്കുമ്പോൾ ആലോചനയുടെ അടിസ്ഥാനത്തിൽ തന്നെ കൃത്യമായ ഒരു നിലപാട് രൂപപ്പെടുത്തി. അത് പോസിറ്റീവ് പൊളിറ്റിക്സ്. അത് ഒറ്റ വാക്ക് പറഞ്ഞാൽ ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ജനവിഭാഗങ്ങളുടെ ശാക്തീകരണത്തിലൂടെ അധികാര പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നതായിരുന്നു. അതാണ് ഉദ്ദേശിച്ചത്. അതിനൊരു പ്രത്യേക സാഹചര്യം ഉണ്ടായിരുന്നു. അന്നും ഇന്നും തുടർന്നു വരുന്ന സാഹചര്യം. ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളെയൊക്കെ തന്നെ BJP-യെ ചൂണ്ടിക്കാണിച്ച് ഭയപ്പെടുത്തി അരികുവൽക്കരിക്കുക, രാഷ്ട്രീയ എൻട്രി നിഷേധിക്കുക എന്നതായിരുന്നു അതിന് നിൽക്കാതെ പോസിറ്റീവ് പൊളിറ്റിക്സ്. പക്ഷെ ഞങ്ങള് കഴിഞ്ഞ കുറെ വർഷങ്ങളിൽ പലപ്പോഴും ഞങ്ങൾക്ക് അത് പാലിക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്. കാരണം ഇമ്മീഡിയറ്റ് BJP സാധ്യത കാണുമ്പോൾ വിജയ സാധ്യത ഉള്ള ആളുകൾക്ക് വോട്ട് കൊടുത്ത് തോൽപ്പിക്കുന്ന ഒരു രീതി ഞങ്ങൾ സ്വീകരിച്ചിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കണ്ടതാണ്. അത് വളരെ കൃത്യമായി ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. ഞങ്ങൾ അന്ന് ഇന്ത്യ മുന്നണിയുടെ സാധ്യത രാജ്യത്തെ മൊത്തം സാധ്യതകളെ വിശകലനം ചെയ്തുകൊണ്ടായിരുന്നു നിലപാട് സ്വീകരിച്ചത്. ഇവിടെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ UDF-നെ പിന്തുണക്കാൻ അവര് വോട്ട് വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്മാറിയില്ല. ഞങ്ങൾ നിലപാടുമായി മുന്നോട്ട് പോയി. പക്ഷെ അതിനുശേഷം ഞങ്ങൾ തീരുമാനമെടുത്തു, ഇനി നെഗറ്റീവ് പൊളിറ്റിക്സ് ഇല്ല, പോസിറ്റീവ് പൊളിറ്റിക്സ് മാത്രമേ ഉള്ളൂ. ഈ ഒരു മാസം മുന്നേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ ഒരു മാസം മുന്നേ കൃത്യമായി ഞങ്ങൾ ഇത് പ്രഖ്യാപിച്ചു. ഇവിടെ കേരളത്തില് 10-ലേറെ മണ്ഡലങ്ങളിൽ BJP നിർണായകമാണ്. അവരെ പരാജയപ്പെടുത്തുന്നതിന് ഇടത് വലത് മുന്നണികൾ ഒന്നിച്ച് ഒരു പൊതു സ്ഥാനാർത്ഥിയെ നിർത്തുകയാണെങ്കിൽ ഇടം വലം നോക്കാതെ പിന്തുണക്കും. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തമായി മത്സരിക്കേണ്ടി വരും എന്ന് പ്രഖ്യാപിച്ചു. അത് ഇവിടെ പ്രായോഗികമാക്കുകയാണ് ഞങ്ങൾ. ഇത്തവണ സ്വന്തമായ അത്തരം മത്സരത്തിന് തയ്യാറാകാതിരുന്നത്? മത്സരിച്ചത് മഞ്ചേശ്വരത്താണല്ലോ. ഇപ്പോൾ മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയെ എന്തിനാണ് പിന്നീട് പിൻവലിച്ചത്? മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത് എടുത്ത തീരുമാനം അബദ്ധമായി പോയി എന്ന് തോന്നിയിട്ടല്ല. സമൂഹത്തിന്റെ എല്ലാ ഭാഗത്തും ഇപ്പൊ നിങ്ങളെ ചാനൽ തന്നെ പറഞ്ഞു കേട്ടു, മതസംഘടനകളുടെ നിർദ്ദേശം പരിഗണിച്ചു എന്നല്ല, സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള ആളുകള്, മാധ്യമപ്രവർത്തകരുണ്ട്, സാംസ്കാരിക പ്രവർത്തകരുണ്ട്, മതസംഘടനകളുണ്ട്. ഞങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ അത് അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ തൽക്കാലം പിന്മാറുക. ഇനി ആര് പറഞ്ഞാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരുടെയും പ്രത്യേക സമ്മർദ്ദത്തിന് വഴങ്ങിയല്ല ഞങ്ങൾ ചെയ്തത്. പൊതുസമൂഹത്തിന്റെ താല്പര്യത്തെ പരിഗണിച്ചുകൊണ്ട് ആ നിലപാട് വ്യക്തമാക്കാൻ ഉള്ള ഇടവേള ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം അതിൽ പിൻവലിയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അതൊരു അബദ്ധമായി പോയി എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ശരി, അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം SDP-യുടെ വോട്ട് വേണ്ട എന്ന് VD സതീശൻ ഉൾപ്പെടെ പറഞ്ഞ ഒരു രാഷ്ട്രീയ സാഹചര്യം താങ്കൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. അപ്പോൾ പിന്നെ എന്തിനാണ് UDF വീണ്ടും വോട്ട് ചെയ്യുന്നത്? ഞങ്ങൾ UDF-ന് വോട്ട് ചെയ്യാൻ ഇപ്പൊ തീരുമാനിച്ചിട്ടില്ലല്ലോ. അല്പസമയം മുമ്പ് താങ്കൾ പറഞ്ഞത് അങ്ങനെയല്ലേ? അതായത് BJP-യെ മാറ്റി നിർത്തുന്നതിന് UDF-നും. യെസ്, ഞാൻ പറയുന്നത് ഇതിനു മുന്നേ ഞങ്ങൾ പലപ്പോഴും അത് സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് പോസിറ്റീവ് പൊളിറ്റിക്സ് അല്ല, നെഗറ്റീവ് ആണ് എന്ന് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് നേരത്തെ ബോധ്യം ഉണ്ടായിരുന്നു. ഇനി ആ പരിപാടി ഇല്ല എന്ന് ഒരു ആശങ്കയ്ക്കും ഇടയില്ലാതെ കൺഫ്യൂഷൻ ഉണ്ടാക്കാതെയുള്ള ഒരു ചോദ്യമാണ്, ഇത്തവണ ആരെയാണ് SDP-യെ പിന്തുണയ്ക്കുന്നത്? ആ കാര്യത്തിൽ ഞങ്ങൾ 114 മണ്ഡലങ്ങളിൽ ഞങ്ങളുടെ സമീപനം തീരുമാനിക്കേണ്ടതുണ്ട്. അത് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഞങ്ങളുടെ പ്രവർത്തകർക്കും അനുഭാവികൾക്കും കൃത്യമായ രാഷ്ട്രീയ തീരുമാനത്തിന്റെ നിർദ്ദേശം ഞങ്ങൾ നൽകും. അല്ല, പക്ഷേ താങ്കൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അപ്പോൾ UDF-ന് എവിടെയും വോട്ട് കൊടുക്കില്ല. UDF-ന് കൊടുക്കില്ല എന്നോ LDF-ന് കൊടുക്കില്ല എന്നോ ഇന്നവർക്ക് കൊടുക്കൂ എന്നോ ഞങ്ങൾ ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല. ലെറ്റ് us give time. ഈ ലത്തീഫ് അല്പസമയം മുമ്പ് മറ്റൊരു ടെലിവിഷൻ ചാനലിനോട് സംസാരിച്ചത് ഇടതുപക്ഷത്തിനാണ് പിന്തുണ എന്ന നിലയിലാണ്. ഇടതുപക്ഷത്തിന് പിന്തുണ എന്ന നിലയാണെന്ന് പ്രസിഡന്റ് സംസാരിക്കൂല. കാരണം നമ്മളങ്ങനെ തീരുമാനിച്ചിട്ടില്ല. പ്രസിഡന്റോ ഇനി ഏത് ഭാരവാഹിയും തന്നെ
നിലപാട് പ്രഖ്യാപിക്കുക ആലോചനയുടെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ആലോചിച്ച് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല ഇടതുപക്ഷത്തിന് കൊടുത്തുകൊള്ളാം എന്ന്. ഞങ്ങൾ ആർക്കാണ് കൊടുക്കേണ്ടത് എന്ന് ആലോചന നടത്തിയതിനു ശേഷം തീരുമാനമെടുത്ത് അറിയിച്ചു. ഈ 114 മണ്ഡലങ്ങളിൽ BJPക്ക് മുൻതൂക്കമുള്ള മണ്ഡലങ്ങളോ ആ 9 മണ്ഡലങ്ങൾ ഇതിൽ പെടുന്ന മണ്ഡലങ്ങളാണോ? കേൾക്കാമോ താങ്കൾ? അതായത് താങ്കൾ സൂചിപ്പിച്ചു BJPക്ക് മേൽക്കൈയുള്ള മണ്ഡലങ്ങൾ ഉണ്ട് എന്ന്. താങ്കൾ തന്നെ പറഞ്ഞു 114 മണ്ഡലങ്ങളിലാണ് SDPIക്ക് വോട്ട് സ്വാധീനമുള്ളത് എന്ന്. ആ 114 മണ്ഡലങ്ങളിൽ ഈ 9 ഉൾപ്പെടുമോ? ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങൾ കൃത്യമായി പറഞ്ഞു 10ലേറെ മണ്ഡലങ്ങളെ അവർക്ക് മുൻകൈയുണ്ട്. ഫാസിസ്റ്റ് വിരുദ്ധത ആത്മാർത്ഥമാണ് എങ്കിൽ ഇടത് വലത് മുന്നണികൾ അവരെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി കോമൺ ആയ സ്ഥാനാർത്ഥിയെ നിർത്തുക, കോമൺ ആയ തീരുമാനം എടുക്കുകയോ വേണം. അതിനെ പിന്തുണയ്ക്കാൻ നമ്മൾ ആലോചിക്കേണ്ടതില്ലല്ലോ. അങ്ങനെ ഒരു കോമൺ സ്ഥാനാർത്ഥി ഇല്ല എന്നത് വസ്തുതയാണ്. ഇനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങളുടെ തീരുമാനം ഫാസിസ്റ്റുകളെ പരാജയപ്പെടുത്തുന്ന ഹോൾസെയിൽ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുത്തിട്ടില്ല. ഇനി നിങ്ങൾ അങ്ങനെ വച്ച് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കരാറിൽ ഞങ്ങൾ പിന്മാറിയിരിക്കുന്നു. ഞങ്ങൾ മാത്രം അവരെ തോൽപ്പിക്കുക എന്നത് SDPയുടെ ലക്ഷ്യമല്ല എന്നാണോ താങ്കൾ പറയുന്നത്? BJPയെ തോൽപ്പിക്കുക എന്നതിന് വേണ്ടി ഉണ്ടായ പാർട്ടിയല്ല ഇത്. പോസിറ്റീവ് പൊളിറ്റിക്സ്, ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന വിഭാഗത്തിന് രാഷ്ട്രീയ ശാക്തീകരണവും അധികാര പങ്കാളിത്തവും സാധിക്കുന്നതിനും ഉണ്ടാക്കിയ പാർട്ടിയാണിത്. അതുകൊണ്ട് എല്ലാ കാലത്തും ഈ BJPയെ പ്രതിരോധിക്കാനുള്ള പണി ഞങ്ങളെ മാത്രം ഏൽപ്പിക്കരുത് എന്നാണ് ബന്ധപ്പെട്ടവരോട് പൊതുസമൂഹത്തോട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അവിടെയാണ് ശ്രീ അബ്ദുൽ ഹമീദ് സംശയമുണ്ടാകുന്നത്. താങ്കൾ പറയുന്നു BJPയെ തോൽപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം SDPIക്കില്ല എന്ന്. ഒരു പക്ഷേ മഞ്ചേശ്വരത്ത് SDPയുടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നുവെങ്കിൽ അവിടെ സംഭവിക്കാൻ പോകുന്നത് BJPയുടെ വിജയം എന്നതല്ലേ? അങ്ങനെയല്ലേ പലപ്പോഴും നമുക്ക് വോട്ട് കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞങ്ങൾ തന്നെ ഈ മഞ്ചേശ്വരത്തെ ഒരു ഡേറ്റ പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പുറത്തുവിട്ടിരുന്നു. അതിലെ കണക്കുകളൊന്ന് നോക്കൂ. BJP വളരെ തുച്ഛമായ വോട്ടുകൾക്ക് 2016 89 വോട്ടിന് 2021 745 വോട്ടുകൾക്കാണ് പരാജയപ്പെടുന്നത്. അവിടെ SDPയുടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ BJPക്കല്ലേ വിജയസാധ്യത ഉണ്ടായിരുന്നത്. അതായത് SDPയുടെ മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുമ്പോൾ മഞ്ചേശ്വരത്തെ വോട്ട് കണക്കുകൾ പരിശോധിച്ചാൽ 2016 21 ഒക്കെ കണക്കുകൾ BJPയുമായി ഇഞ്ചോടിഞ്ച് എന്നാണ്. 2016 കേവലം 89, 2021 അത് 745. ഇങ്ങനെയാണ് BJP പരാജയപ്പെടുന്നത്. അപ്പോൾ അവിടെ BJPയെ പരാജയപ്പെടുത്തുക എന്നത് തന്നെയായിരുന്നു ലക്ഷ്യം എന്നല്ലേ ഈ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുമ്പോൾ വായിച്ചെടുക്കേണ്ടത്? താങ്കളുടെ ശബ്ദം കട്ടായി പോകുന്നുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാമോ? കേൾക്കാം. 16 21 ഒക്കെ തന്നെ ഈ സാധ്യത പരിശോധിക്കുകയും ആ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മാറി നിൽക്കുകയും ജയിക്കുന്ന സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും വോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു കാര്യം ബോധ്യമായിട്ടുണ്ട്. ഇത് ഞങ്ങളെ മാത്രം ഏൽപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ് ഇവരെ പ്രതിരോധിക്കുക, തടയുക എന്നത്. അതുകൊണ്ട് ഞങ്ങൾ പാർട്ടികളോട് മുന്നണികളോട് പറഞ്ഞു, ഞങ്ങൾ മാത്രമല്ല ഇവരെ പ്രതിരോധിക്കേണ്ടത്, നിങ്ങളെല്ലാം പ്രതിരോധ സജ്ജരായി വരികയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കാം. ആ നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. ശരി, അതിൽ വ്യക്തതക്കുറവൊന്നുമില്ല ശ്രീ അബ്ദുൽ ഹമീദ്. പക്ഷെ എന്റെ ചോദ്യം മഞ്ചേശ്വരത്തെ കുറിച്ച് തന്നെയാണ്. മഞ്ചേശ്വരത്ത് അങ്ങനെ SDPക്ക് ഒരു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നില്ല എങ്കിൽ എന്തിനു പിന്നെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ SDPയുടെ സ്ഥാനാർത്ഥി അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ BJPക്കാണ് അവിടെ വിജയസാധ്യത എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും കൽപ്പിച്ചിരുന്നത്. ഈ ഞങ്ങള് മഞ്ചേശ്വരത്തെടുത്ത നിലപാട് തെറ്റായി പോയി എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഞങ്ങൾ പിൻവലിച്ചിട്ടുള്ളത്. പൊതുസമൂഹത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും അഭിപ്രായം ഉയർന്നു വന്നപ്പോൾ അതിനെ മാനിച്ചുകൊണ്ട് തൽക്കാലം ഞങ്ങൾ പിൻവലിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അപ്പോൾ അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല എന്ന് പൊതുസമൂഹത്തെ ബോധിപ്പിക്കാതിരുന്നത്? പൊതുസമൂഹത്തോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം മഞ്ചേശ്വരമായി വന്നപ്പോൾ മഞ്ചേശ്വരത്തെ ഞങ്ങളെ സ്ഥാനാർത്ഥിത്വം
പിന്നെ മറ്റയാളെ വിജയിപ്പിക്കുന്നതിന് ഇതിന്റെ എൻട്രിക്ക് കാരണമാകുമെന്നൊക്കെ ഏകകണ്ഠമായി പറഞ്ഞ ഒരു ഘട്ടത്തിൽ അതിനെ ഞങ്ങൾ മുഖവിലക്കെടുത്ത് വില കൽപ്പിച്ചുകൊണ്ട് മാറി നിൽക്കുകയായിരുന്നു. പിന്നെ അതാണ് ഞങ്ങൾ അവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മഞ്ചേശ്വരത്തെ SDP വോട്ട് ആർക്കാണ്? നൂറ്റി 14 മണ്ഡലങ്ങളിലെ വോട്ട് ആർക്കാണ് എന്ന ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ അതിന്റെയും ഉത്തരം എന്തായാലും പക്ഷെ താങ്കൾ പറയുന്നതിൽ ചില വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. SDP നിലപാടിനെ സംബന്ധിച്ചാണ് താങ്കൾ പറഞ്ഞത്. വളരെയധികം നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. കിരണിലേക്ക് വീണ്ടും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.